അന്നത്തെ സൂഫി മശായിഖിനെതിരായി ഇബ്നു തൈമിയ വന്ന് അതേ വരവ് പേരോട് വന്നിട്ട് എന്താ പറഞ്ഞേ? മടവൂരിനെ അങ്ങോട്ട് ഉയർത്തിയിട്ട് അല്ലേ? മടവൂർ ഷെയ്ഖുൽ മശായിഖ് അല്ലേ? അവരെ ആരെങ്കിലും ഉയർത്തുന്നതാണോ? അല്ലാഹു ഉയർത്തുന്നതല്ലേ? ചിറ്റടി മീത്തൽ എന്ന വീടിനെ വരെ കുത്തിപ്പറഞ്ഞു. ഖുതുബുൽ ആലം എന്ന വാക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇബ്നു തൈമിയക്ക് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേരിട്ടതുപോലെയാണ് ഈ പേരെന്ന് പറഞ്ഞു. കറാമത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്തെല്ലാം ഷെയ്ഖുനാക്കെതിരിൽ പറഞ്ഞു. മുദബ്ബിറുൽ ആലം എന്ന് ഷെയ്ഖുന പറഞ്ഞപ്പോ അത് ശിർക്കിന്റെ വാക്കാണ് എന്ന് വരെ പറഞ്ഞു. എങ്ങനെയുണ്ട്? പേര് വിടുവോ? ഇയാൾ ഇബ്നു തൈമിയ അംഗീകരിക്കാതെ ഇയാൾ മരിക്കുവോ? ഒരിക്കലുമില്ല. ഇനി കുണ്ടോട്ടി ഇതിന് വേദിയാകുന്ന എങ്ങനെ? ഈ കുണ്ടോട്ടി ബുഖാരി ഉണ്ടാക്കാൻ വേണ്ടി ഷെയ്ഖുനയുടെ അടുത്ത് പോയപ്പോൾ ഷെയ്ഖുന പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെ ഉള്ളത് നല്ലോണം കൊണ്ടുവന്നാൽ മതി, പുതിയത് വേണ്ട. ഇവിടെ ഉണ്ടല്ലോ ആള്, ഇവിടെ ഉണ്ടല്ലോ കേന്ദ്രം. അവര് തന്നെ മദ്ഹായിട്ട് പറഞ്ഞ മദ്ഹാദ് അമ്മാന്നിട്ട് എനിക്ക് അറിയില്ലല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുങ്ങൾ, അങ്ങനെ ഒരു സാധനം കൊണ്ടോട്ടിയുണ്ട് തന്നെ ആർക്കും അറിയില്ല. അത് വേറെ കാര്യം. എങ്ങനെയാണ് അതിൻ്റെ ചെലവുകൾ? പാവപ്പെട്ട ആളുകളിൽ നിന്ന് ക്യാഷ് പിരിച്ചിട്ടാണ് ആ സ്ഥാപനം. എല്ലാ സ്ഥാപനവും അങ്ങനെ തന്നെ. അതിൽ നിന്ന് ചെറിയ കുട്ടി മുതൽ പഠിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളോട് എല്ലാ നിലക്കും കടമപ്പെട്ട ആളാണ് ചോദ്യകർത്താവായ നഈമി. എല്ലാ മുസീബത്തും അവിടുന്ന് തുടങ്ങാം. മഹാനായ മുഹമ്മദ് ഷാ തങ്ങൾക്കെതിരിൽ എഴുന്ന തുടങ്ങിയത് അവിടെ തന്നെ. വലിയ രസമാണ് ഓല കാര്യം. ഒരു സമ്മേളനം നടന്നപ്പോൾ മോയിൻകുട്ടി വൈദ്യരെ വന്ന് സിയാർത്ത് ചെയ്തു, അപ്പുറത്തെ ഷെയ്ഖിനെ സിയാർത്ത് ചെയ്തുമില്ല. എങ്ങനെ ഉണ്ടാവും? മോയിൻകുട്ടി വൈദ്യരെ വൈദ്യരാക്കിയ ഷെയ്ഖ് അപ്പുറത്തുണ്ട്, അപേക്ഷിച്ചത് മോയിൻകുട്ടി വൈദ്യരോ അയ്യമ്മളാളും. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ തീരുമാനം? മാത്രല്ല ഷെയ്ഖുൽ മശായിഖ് തങ്ങളെ കുറിച്ച് പൊന്മള ഒരു അഭിമുഖം നടത്തിയില്ലേ? അതിൽ പറഞ്ഞില്ലേ ഖുതുബുൽ ആലം എന്ന് പറയാൻ പാടില്ല. അത് മാനസിക അസ്വസ്ഥതയുള്ള സമയത്ത് പറഞ്ഞ ആ ജദ്ബ്. അപ്പൊ അത് എനിക്കില്ല എന്ന് പറഞ്ഞത് അതും ജദ്ബിലാണ്. ഇതും ഇതേ കൊണ്ടോട്ടി ബുഖാരി എന്ന് വന്നതാണ്. തഖ്റുജുൽ ഫിത്നതു മിൻഹും, എല്ലാ ഫിത്നയും അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അവരിലേക്ക് തന്നെ അത് മടങ്ങും ചെയ്യും. അത് മടക്കാനാ നമ്മൾ ഇവിടെ ഉള്ളത്. മശായിഖുമാരുടെ മദദ് നമുക്ക് അല്ലാഹു നൽകട്ടെ. ആ അഭിമുഖം എന്ന് കേട്ടോളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, സെന്റർ പോയിന്റിൽ തൊട്ടു അപകടത്തിലേക്ക് നിങ്ങൾ പോയി. അങ്ങനെയുള്ള മുഴുവൻ ഫിത്നകളും ഫസാദുകളും ഈ പറഞ്ഞ നാശങ്ങളും തുടങ്ങുന്ന ഒരു സ്ഥാപനമായി അത് മാറിയത് ഔലിയാക്കന്മാരെ മേലിൽ കുതിര കളിച്ചത് കൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ അവിടെ നിന്ന് നടന്ന അഭിമുഖമാണത്. അങ്ങനത്തെ വിലായത്തിന് മറക്കുവെക്കാൻ നമുക്ക് എതിരൊന്നുമില്ല. CM വലിയുല്ലാഹിയെ കുറിച്ച് അവര് ഖുതുബുൽ ആലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമില്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്താവാൻ പറഞ്ഞതന്നെ. അപ്പൊ അതും പറഞ്ഞു ഓരോരാള്. മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മൂപ്പര് ഞാവും ജതുബിലാവെന്ന് പറഞ്ഞാൽ എനിക്ക് ജതുവൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെന്തിനാ പറഞ്ഞ ഒരാള് നിൽക്കുന്നില്ല. മഹാനായ ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ ആലം ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ജദ്ബില്ല. അവിടെ നിന്ന് പറഞ്ഞതാണ് അന ഖുതുബുൽ ആലം. ഈ രണ്ട് വാക്കിനെയും കളിയാക്കി അല്ലേ? അതാണ് മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ വചനത്തെ ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ അവരുടെ
ദീനേയും ശേഷം ദുനിയാവേയും ആഖീറം തന്നെയും ഫോക്കും അതെന്നോവർ. എൻ്റെ വചനത്തെ മുഹയ്യദ്ദീൻമാല മുഴുവനും ഞാനാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഉന്നത മുജദ്ദിദും യുഗപുരുഷനുമാണ് ശൈഖുനാ മടവൂർ ഖദ്ദസ. അവരുടെ വചനമാണ് അന മുദബ്ബിറുൽ ആലം. അവരുടെ കലാമാണ് ലാ ജദ്ബ ഫിയ, എനിക്ക് ജദ്ബില്ല. ഈ രണ്ട് വാക്കുകളെയും കളിയാക്കിയ ടീം അപ്പോളെ കൊല്ലുന്ന നഞ്ഞി ഞാനെന്നോവർ. എങ്ങനെയാ കൊല്ലുക? അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖീറം തന്നെയും ഫോക്കും അതെന്നോവർ. അതാണ് തൊട്ടത് സെന്റർ പോയിന്റിലാണ്. മുഹമ്മദ് ഷാ തങ്ങളെയാണ്, ഹബീബായ മുത്തു റസൂലിനെയാണ് സ്വല്ലല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ ഇബ്നു തൈമിയ്യ പുകഴ്ത്തിയേ പറ്റൂ. ആളുകൾക്കത് വ്യക്തമാണ്ടേ. അതുകൊണ്ട് ഈമാനിന്റെ കണികയെങ്കിലും ബാക്കിയുള്ള പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇനിയും നിങ്ങൾ അതിൽ അവശേഷിച്ച് നിൽക്കണ്ട. ഞങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ തെറി പറഞ്ഞോ. വയത് കഴിഞ്ഞാൽ തെറി പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്കതിൽ പ്രയാസമില്ല, എന്തും പറയാം. ഞങ്ങളതിന് മറുപടി പറയാറും ഇല്ല. വ്യക്തിപരമായി ഞങ്ങളെ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങളെ ഈമാൻ ഈ പേരോടിന് വേണ്ടി, അതുപോലെയുള്ള ബിദ്അത്തുകാർക്ക് വേണ്ടി ഈമാൻ നശിപ്പിക്കണ്ട. ഇബ്നു തൈമിയെ മഹത്വവൽക്കരിക്കാൻ ആർക്ക് കഴിയും? അഖ്താഉ ഇബ്നു തൈമിയ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. മുതഅല്ലിമീങ്ങൾ മുഴുവനും പഠിക്കേണ്ട ഗ്രന്ഥം. അഖ്താഉ ഇബ്നു തൈമിയ ഫീ ഹഖ്ഖി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലി ബൈത്തിഹി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്തിനെയും റസൂലുള്ളാഹിനെയും കുറിച്ച് ഇബ്നു തൈമിയ പറഞ്ഞ വാദങ്ങൾ എണ്ണി എണ്ണി തന്നെ തെളിവ് സഹിതം ഇതിൽ പറയുന്നുണ്ട്. ഈ കിതാബ് അല്ലെങ്കിൽ ഇതുപോലെ ഇബ്നു തൈമിയെ അറിഞ്ഞാൽ, ഇബ്നു തൈമിയെ പഠിച്ച ആളാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. അങ്ങനെയുള്ള ഉലമാ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് മനസ്സിലാക്കണം. ഈമാനുള്ള ഒരാൾക്കും ഇബ്നു തൈമിയെ പുകഴ്ത്താൻ കഴിയില്ല.